മാന്യ പ്രേക്ഷകർക്ക് എൻ്റെ പ്രണാമം. ഞാൻ ഇന്ന് മാതാമൃതാനന്ദമയിയുടെയും സത്യസായി ബാബയുടെയും കർമ്മമണ്ഡലത്തിലുള്ളവർക്കും ആരാധകർക്കും എൻ്റെ മനസ്സിൽ ഉദയം ചെയ്ത കുറച്ച് കാര്യങ്ങൾ പറയുകയുണ്ടായി. അതെല്ലാം ഇങ്ങനെ ഉപദേശ രൂപത്തിലോ അഭിപ്രായ രൂപത്തിലോ പറയാൻ എന്നെ ആരും ഏൽപ്പിച്ചിട്ടൊന്നുമില്ല. അങ്ങനെ പറയാനുള്ള യോഗ്യതയുള്ള വ്യക്തി എന്നുള്ള ധാരണയിലുമല്ല ഞാൻ പറഞ്ഞത്. പക്ഷെ ലോകമെമ്പാടുമുള്ള അനവധി ആരാധകർക്ക് ഞാൻ പറയുന്ന കാര്യങ്ങൾ ഏതെങ്കിലും വിധത്തിൽ പ്രയോജനപ്പെടുകയാണെങ്കിൽ അത് എൻ്റെ മനസ്സിനൊരു ആനന്ദദായകമായ കാര്യമായിരിക്കും, സന്തോഷം തോന്നുന്ന കാര്യമായിരിക്കും. അതുകൊണ്ടാണ് അങ്ങനെയെല്ലാം പറഞ്ഞത്. അവരുടെ രണ്ടുപേരുടെയും നന്മകൾ ലോകത്തെ അറിയിക്കുമ്പോൾ കോടിക്കണക്കിന് ആരാധകർ ശ്രീ രവിശങ്കർക്കുണ്ട്. അടുത്ത കാലത്ത് ഞാൻ ഓസ്ട്രേലിയയിൽ സിഡ്നിയിൽ പോയപ്പോൾ ഗുരുജിയുടെ കൂട്ടത്തിലിരുന്ന് യാത്ര ചെയ്യാനും ശ്രീ രവിശങ്കറിന്റെ കൈപിടിച്ച് പുറത്തേക്ക് വരാനുമെല്ലാം ഒരു ഭാഗ്യം എനിക്ക് സിഡ്നിയിൽ ഇറങ്ങിയപ്പോൾ കിട്ടി. അതിനുശേഷം ഒരിക്കൽ കാലിഫോർണിയയിൽ പോയപ്പോൾ അവിടെ കേരള ഹിന്ദുസ് ഓഫ് നോർത്ത് അമേരിക്കയുടെ സമ്മേളനത്തിന് പോയപ്പോൾ ഗുരുജിയെ വിസ്തരിച്ച് സ്വാഗതം പറയാനുള്ള അവസരവും ജഗദീശ്വരൻ എനിക്കാ തന്നത്. വലിയ സദസ്സായിരുന്നു എല്ലായിടത്തും. ഞാൻ ഗുരുജിയെ കാണുമ്പോൾ എപ്പോഴും ഓർമ്മിക്കാറുണ്ട്, ഈ കാശ്മീരിലുള്ള ടെററിസ്റ്റുകളുടെ നടുക്ക് ചെന്നിരുന്ന് അവരുടെ മനസ്സിൽ ശാന്തി വിതയ്ക്കാനും ഭാരതത്തോട് ഇന്നും ശത്രുത പുലർത്തുന്ന പാകിസ്ഥാനില് മുഷാറഫ് ഭരിച്ചിരുന്ന കാലത്ത് മുഷാറഫിന്റെ നേരിട്ടുള്ള സാന്നിധ്യത്തിൽ വിമാനമിറങ്ങി പാകിസ്ഥാനിൽ പര്യടനം നടത്താനും ഇറാഖിലും അഫ്ഗാനിസ്ഥാനിലും ഇറാനിലുമെല്ലാം ചെന്ന് അവിടുത്തെ രാഷ്ട്ര നേതാക്കളുമായിട്ട് മറ്റൊരു രാഷ്ട്രത്തിന്റെ ഭരണാധികാരിയുടെ സ്ഥാനത്ത് ഇരുന്ന് സംസാരിക്കുന്നത് പോലെ സംസാരിക്കാനുമെല്ലാം സാധിച്ച ശാരീരികമായിട്ട് ആ ചെറിയ മനുഷ്യൻ മാനസികമായിട്ടും ബുദ്ധിപരമായിട്ടും ആ വലിയ മനുഷ്യൻ അവതാരമായിട്ടുള്ള ആ മനുഷ്യന് ലോകത്തിന്റെ മുമ്പിൽ ഒത്തിരി കൊടുക്കാൻ സാധിച്ചിട്ടുണ്ട്. യൂറോപ്യൻ യൂണിയനിലെ അംഗങ്ങൾക്കെല്ലാം ഒരുമിച്ച് ചേർന്ന് നടത്തിയ സുദർശന ക്രിയ കഴിഞ്ഞപ്പോ അവരെല്ലാം പറഞ്ഞു തികച്ചും വ്യത്യസ്തമായിട്ടുള്ള ഒരു അനുഭവമായിരുന്നു എന്ന്. ഗുരുജിയുടെ ആ സുദർശന ക്രിയ കഴിഞ്ഞ് രണ്ടാമത്തെ ആഴ്ചയാണ് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ ഈ സുദർശന ക്രിയയും ഈ മെഡിറ്റേഷനുമെല്ലാം ലോകം അംഗീകരിച്ച മെഡിസിൻലെസ് ട്രീറ്റ്മെന്റ് ആണ്, മെഡിസിൻലെസ് തെറപ്പിയാണ് എന്ന് ഡിക്ലെയർ ചെയ്തത്. അതേപോലെ തന്നെ ഇന്തോനേഷ്യയിലും ലങ്കയിലും ജപ്പാനിലുമെല്ലാം അതിശക്തമായിട്ടുള്ള ഭൂകമ്പവും സുനാമിയും വന്നപ്പോ അവിടുത്തെ ജനങ്ങളുടെ മാനസിക സമനില പലരുടെയും തെറ്റിയപ്പോ അവരെല്ലാം മാനസികമായിട്ട് നോർമലിലേക്ക് നോർമലൈസേഷന് വളരെയധികം പ്രവർത്തിച്ചത് ഗുരുജിയുടെ അനുയായികളായിരുന്നു. നൂറുകണക്കിന് പ്രോജക്റ്റുകളിലൂടെ ലക്ഷക്കണക്കിന് യുവാക്കൾക്ക് സമൂഹത്തിൽ ആത്മാഭിമാനത്തോടുകൂടി സേവനം ചെയ്യേണ്ടത് എന്താണെന്ന് പ്രൊഫഷണലായിട്ട് ആത്മീയതയും ഭൗതികതയും ശാസ്ത്രീയതയും ചേർത്ത് പഠിപ്പിക്കുന്നത് ഗുരുജിയാണ്. സായിബാബയും അപ്രകാരം ചെയ്യുന്നുണ്ട്. ലോകം മുഴുവനും, സൗദി അറേബ്യയിൽ പോലും സായിബാബ ചെയ്യുന്നുണ്ട്. എല്ലായിടത്തും ക്രിസ്ത്യാനികൾക്കും മുസ്ലിങ്ങൾക്കും ഹിന്ദുക്കൾക്കും നിരീശ്വരവാദികൾക്ക് പോലും ഗുരുജി അത് ചെയ്യുന്നുണ്ട്. ആ ഗുരുജിയുടെ ഓരോ കർമ്മ പദ്ധതിയും ലക്ഷക്കണക്കിന് യുവാക്കള് പഠിച്ച് പ്രയോഗിച്ച് മറ്റുള്ളവരെ പഠിപ്പിക്കുന്നുമുണ്ട്. വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് ആർട്ട് ഓഫ് ലിവിങ്ങിലൂടെ അത്തരം കാര്യങ്ങൾ പഠിക്കുന്ന വിദ്യാർത്ഥികളിൽ കാണാൻ സാധിക്കുന്ന അസാധാരണമായ വ്യക്തി വൈഭവം നേരിട്ട് കണ്ട് മനസ്സിലാക്കാനും എനിക്ക് സാധിച്ചിട്ടുണ്ട്.
അതെല്ലാം ലോകത്തിലെത്തിക്കുമ്പോൾ ഞാൻ എപ്പോഴും വിചാരിക്കാറുണ്ട്, ഗുരുജി ലോക ജനതയ്ക്ക് കൊടുക്കുന്ന സന്ദേശങ്ങൾ കൂടി ഒരു മാസികയിലൂടെയോ വാരികയിലൂടെയോ അല്ല വേണ്ടത്, ചെറിയ ചെറിയ ബ്രൂഷറുകളായിട്ട് A4 സൈസിലെ പ്രിന്റ് ഔട്ട് ചെയ്ത ഒരു 10 സന്ദേശങ്ങളായിട്ട് അതുകൂടി എത്തണം. കാരണം ഇവരെ 3 പേരെയും, അമൃതാനന്ദമയ്യെയും സായിബാബയെയും ഗുരുജിയെയും വെറും ആത്മീയ നേതാക്കളായിട്ടാ പലപ്പോഴും പലരും പരിചയപ്പെടുന്നതും പരിചയപ്പെടുത്തുന്നതും. ഞാൻ ആ വെറും ആത്മീയ നേതാക്കൾ എന്നൊരു പദപ്രയോഗം അറിഞ്ഞുപയോഗിച്ചതാ. ആത്മീയത സിമന്റ് പോലെയും ഭൗതികമായിട്ടുള്ള എല്ലാം ഇഷ്ടിക പോലെയും ഉപയോഗിച്ച് മാനവരാശിയുടെ സൗധം കെട്ടിപ്പടുക്കുമ്പോൾ ആത്മീയത ശരിക്കു പറഞ്ഞു കഴിഞ്ഞാൽ ജീവിതത്തെ സൗന്ദര്യമുള്ളതും അനവധി കാലം നിലനിൽക്കുന്നതും കെട്ടുറപ്പുള്ളതുമാക്കാനാണ് ആത്മീയത ഉപയോഗിക്കുന്നത്. ഇവര് 3 പേരും ആത്മീയത ജനങ്ങളെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാറില്ല. ഇവര് 3 പേരും ആത്മീയത മുമ്പിൽ വരുന്നവരുടെ പാപം ഹോൾസെയിലായിട്ടും റീറ്റെയിലായിട്ടും ഏറ്റെടുക്കാനും ഉപയോഗിക്കാറില്ല. ഇവരാരും തന്നെ ആരാധകരെ അല്ലയോ പാപികളെ എന്ന് പറയാറുമില്ല. ഇവരാരും പറഞ്ഞിട്ടില്ല നിങ്ങളുടെ പാപം ഏറ്റെടുക്കാൻ ദൈവം എന്നെ ഇവിടേക്ക് അയച്ചതാണെന്ന. ഇവരാരും സ്വാമി പ്രത്യേകിച്ച് മരിച്ച സമയത്ത് നിങ്ങളുടെ പാപത്തിന് വേണ്ടിയാണ് ഞാനിതാ മരിക്കുന്നത് എന്ന് പറഞ്ഞിട്ടുമില്ല. അങ്ങനെ ആരാധകരാരും ഇത് പരിചയപ്പെടുത്തിയിട്ടുമില്ല. ആ രീതിയിൽ സ്വാമി ജനിച്ചതും ജീവിച്ചതും മരിച്ചതുമെല്ലാം നിങ്ങൾക്ക് വേണ്ടിയാണെന്ന് ഒരാളും പറഞ്ഞിട്ടില്ല. എന്താ കാരണം അറിയോ? ഇവിടുത്തെ ആത്മീയത മനുഷ്യരെ പറ്റിക്കാനും വഞ്ചിക്കാനുമുള്ളതല്ല. അത് പ്രയോഗിച്ച് ഭൂമിയിൽ സ്വർഗമുണ്ടാക്കാനാണ്. ആകാശത്തിന്റെ മുകളിലുള്ള സ്വർഗത്തിലേക്ക് മനുഷ്യരെ കയറ്റി അയക്കാനുള്ള ആത്മീയതയല്ല ഇവിടെ ഉള്ളത്. ആ ആത്മീയത അപ്ലൈഡ് സ്പിരിച്വാലിറ്റി ആക്കുമ്പോഴാണ് നരസേവ, നാരായണ സേവ, ജനസേവ, ജനാർദ്ദന സേവ, മാനവ സേവ, മാധവ സേവയായി മാറുന്നത്. അതാണ് ഗുരുജി ചെയ്യുന്നതും നിരന്തരം ചെയ്തുകൊണ്ടിരിക്കുന്നതും അതാണ്. അല്ലെങ്കിൽ മുസ്ലിങ്ങൾ മാത്രമുള്ള ഇന്തോനേഷ്യയിലും മലേഷ്യയിലും ബാക്കി ഇറാഖിലും ഇറാനിലും പാകിസ്ഥാനിലും ഒരു പരിധിവരെ ഇന്ത്യക്കകത്തുണ്ടെന്ന് പറയപ്പെടുന്ന കാശ്മീരിലുമെല്ലാം ഗുരുജി നേരിട്ട് പോയിട്ട് അവരുടെ കൂട്ടത്തിലിരുന്ന് അവരിൽ ഒരാളായിട്ട് ഭക്ഷണം കഴിച്ച് ചർച്ച ചെയ്ത് അവിടെയുള്ള ജനങ്ങളുടെ മാനസിക സംഘർഷാവസ്ഥ, യുദ്ധത്തിൻ്റെതായാലും പ്രകൃതിക്ഷോഭത്തിൻ്റെതായാലും ആ മാനസികാവസ്ഥ നോർമലൈസ് ചെയ്യിക്കാൻ വേണ്ടി ചെയ്യുന്ന കർമ്മങ്ങള്, അതേപോലെ സ്കൂളുകള്, പഠന വിഷയങ്ങള്, പഠന സാമഗ്രികള്, പഠനത്തിന്റെ മെത്തേഡുകള്, ഇതെല്ലാം ലോകത്തിന്റെ മുമ്പിൽ അറിയിക്കലാവണം ഗുരുജിയുടെ കർമ്മമണ്ഡലത്തിലുള്ളവരുടെ അനവധി മാർഗങ്ങളിലും അനവധി ലക്ഷ്യങ്ങളിലും ഒന്ന്. നിങ്ങൾ സത്യസന്ധരായാൽ മാത്രം പോരാ, സത്യസന്ധരാണെന്ന് ലോകത്തെ ബോധ്യപ്പെടുത്തുകയും വേണം. അതാണ് മോഡേൺ തിയറി എന്ന് പറയുന്നത്. ഹാർവാർഡ് യൂണിവേഴ്സിറ്റിയിലെ MBAയുടെ ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെന്റ് ആയിരുന്ന, ഡയറക്ടറായിരുന്ന പീറ്റർ F. ഡ്രക്കർ പറയാറുണ്ട്, നോട്ട് ദാറ്റ് വൺ യു ആർ സിൻസിയർ, ബട്ട് യു ഷുഡ് ഡെമോൺസ്ട്രേറ്റ് ദാറ്റ് യു ആർ സിൻസിയർ. നിങ്ങളൊക്കെ ആത്മാർത്ഥത ഉണ്ടെങ്കിൽ മാത്രം പോരാ, ആത്മാർത്ഥതയുണ്ടെന്ന് ലോകം അറിയുകയും വേണം. സേവനം ചെയ്താൽ മാത്രം പോരാ, സേവനം ചെയ്യുന്നുണ്ടെന്ന് ലോകത്തെ അറിയിക്കുകയും വേണം. സത്യസന്ധരായാൽ മാത്രം പോരാ, സത്യസന്ധരാണെന്ന് ലോകത്തെ അറിയിക്കുകയും വേണം. എനിക്കും ദൈവത്തിനും അറിയാം ഞാൻ സത്യസന്ധനും ആത്മാർത്ഥതയുള്ളവനും ത്യാഗബോധമുള്ളവനുമാണെന്ന് പലരും പറയാറുണ്ട്. ആത്മാർത്ഥതയും ത്യാഗബോധവും അതുപോലെയുള്ള ധർമ്മനീതിയുമെല്ലാം ഞാനും ദൈവവും മാത്രം അറിഞ്ഞാൽ പോരാ. 21ാം നൂറ്റാണ്ടിൽ ജീവിക്കുന്ന കഴിയുന്നത്രയും വ്യക്തികള് അതിശയോക്തിയില്ലാതെ ഇവർ ചെയ്യുന്ന കർമ്മങ്ങളെല്ലാം അറിയിക്കാനുള്ള ഉത്തരവാദിത്വം അനുയായികൾക്കാണ്. ബ്ലൈൻഡായിട്ട് അന്ധമായിട്ട് നയിക്കുന്നതിനേക്കാളും വിദ്യാംച അവിദ്യാംച യസ്തത് വേദ ഉഭയം സഹ അവിദ്യയാ മൃത്യും തീർത്വ വിദ്യയാമൃതമശ്നുതേ എന്നാണ്. ശാസ്ത്രീയമായിട്ട്, സയന്റിഫിക് ആയിട്ട്, ലോജിക്കലായിട്ട്, റാഷണലായിട്ട്
ഇവർ ചെയ്യുന്ന കർമ്മങ്ങൾ അതേ രീതിയിൽ അറിയിക്കുകയും സ്പിരിച്വലായിട്ട് ചെയ്യുന്ന കാര്യങ്ങൾ ദ തിയറട്ടിക്കൽ സ്പിരിച്വാലിറ്റിയും അപ്ലൈഡ് സ്പിരിച്വാലിറ്റിയും ചേർന്ന് അറിയിക്കുകയും ചെയ്യുമ്പോഴാണ് യഥാർത്ഥത്തിൽ UNOയില് ഗുരുജി നടത്തിയ പ്രഭാഷണം ലോകത്തിന് വിളക്കായിരുന്നു എന്ന് പറയാം. എന്താ കാരണം എന്ന് വെച്ചാൽ പഴം എന്ന് പറയുന്നത് ആത്മീയതയും അതിന്റെ തൊലി എന്ന് പറയുന്നത് മതവുമാണ്. നമ്മൾ തൊലിയല്ല കഴിക്കേണ്ടത്, പഴമാണ് കഴിക്കേണ്ടത് എന്ന വരി എത്ര നല്ലൊരു ഉപദേശമാണ്. മതത്തിനെ ദുരുപയോഗം ചെയ്യുന്നവര് പഴത്തിന്റെ തൊലി വെച്ചിട്ടാ കഴിക്കുന്നത് എന്നും പഴമാണ് കഴിക്കേണ്ടത് എന്നും തിരിച്ചറിവുണ്ടാക്കുന്ന ഒരു വലിയ സന്ദേശമായിരുന്നു ഗുരുജിയുടേത്. അങ്ങനെ അനവധി കർമ്മമണ്ഡലങ്ങളില് ഗുരുജി ചെയ്യുന്ന പ്രവർത്തനങ്ങളെക്കുറിച്ച് സ്വയം പഠിക്കുകയും അത് കർമ്മമണ്ഡലത്തിലുള്ള ഓരോ വ്യക്തിയും ബൈഹാർട്ടാക്കുകയും വേണ്ട സ്ഥലത്ത് വേണ്ടവർക്ക് വേണ്ടതുപോലെ വേണ്ടത്രയും കൊടുക്കുകയും ചെയ്യുമ്പോഴാണ് ഗുരുജിയുടെ കർമ്മമണ്ഡലത്തിലെ മഹത്വം ലോകം അറിയാൻ അവസരമുണ്ടാക്കുന്നത്. അതുകൊണ്ട് തന്നെ പറയുന്നു, നിരന്തരം മാതാ അമൃതാനന്ദമയിയുടെ കർമ്മമണ്ഡലത്തിലുള്ളവരും അതേപോലെ തന്നെ സത്യസായിബാബയുടെ കർമ്മമണ്ഡലത്തിലുള്ളവരും ഗുരുജിയുടെ കർമ്മമണ്ഡലത്തിലുള്ളവർക്കും പറയാൻ അവകാശമുണ്ട്. ഏതെല്ലാം വിധത്തിലുള്ള സേവനമാണോ ലോകത്തിന് കൊടുക്കുന്നത് അതെല്ലാം മതപരിവർത്തനത്തിനുള്ള വഴിയായിട്ടല്ല എടുക്കുന്നത്. സേവനം മതത്തിലുള്ളവരുടെ എണ്ണം വർദ്ധിപ്പിക്കാൻ ഉപയോഗിക്കാത്ത ഒരേ ഒരു സംസ്കാരം ഹിന്ദുവിന്റെ സംസ്കാരമാണ്. മറ്റെല്ലാ സംസ്കാരങ്ങളും സേവനം ചെയ്യുന്നത് അവനവന്റെ മതത്തിലുള്ളവരെ ആ മതത്തിൽ ഉറപ്പിക്കാനും മറ്റു മതത്തിലുള്ളവരെ ഹോൾസെയിലായിട്ടും റീറ്റെയിലായിട്ടും വലയിട്ട് പിടിക്കാനും വേണ്ടിയിട്ടാണ്. അത് ഏത് ക്രിസ്ത്യൻ മുസ്ലിം സംഘടനകളുടെ പ്രവർത്തനം നോക്കിയാലും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അവർക്ക് നേട്ടം ഉണ്ടാക്കാനും അവരുടെ എണ്ണം കൂട്ടാനും അവര് അധികാരത്തിൽ നിലനിൽക്കാനും സാമ്പത്തികമായിട്ടുള്ള നേട്ടങ്ങൾ ഉണ്ടാക്കാനാണ്. എത്രയോ സുവിശേഷ സംഘമുണ്ട്, അത് മുഴുവനും സാമ്പത്തിക നേട്ടം ഉണ്ടാക്കാനാണ്. യേശുക്രിസ്തുവിന്റെ പേരിൽ ചെയ്യുന്നതെന്ന് അടുത്ത കാലത്ത് കുറെ വ്യക്തികളുടെ കയ്യിലുള്ള സമ്പത്തിനെ കുറിച്ച് അറിയിച്ചുകൊണ്ട് വിവരിക്കുകയുണ്ടായി. ഇതെല്ലാം അറിയണം. രാഷ്ട്രത്തിന്റെയും ധർമ്മത്തിന്റെയും നിലനിൽപ്പിന് വേണ്ടിയിട്ടാണ് ഇവരെല്ലാം പ്രവർത്തിക്കുന്നത് എന്ന് അതറിഞ്ഞാൽ മാത്രം പോരാ, മറ്റുള്ളവരെ അറിയിക്കുകയും കൂടി ചെയ്യേണ്ടത് ഗുരുജിയുടെ കർമ്മമണ്ഡലത്തിലുള്ളവർക്ക് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രണാമം, നമസ്കാരം.